മിക്കവാറും വരുന്നൊരു കമൻറ്റാണ് നമ്മൾ ഈ എക്സ്ട്രാ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും എമൗണ്ട് അധികം മേടിക്കാറുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കേക്കിന് ഓർഡർ തന്നത് വിവേകായിരുന്നു കേട്ടോ. 1 kg ടെൻഡർ കോക്കനട്ട് കേക്കായിരുന്നു. അപ്പോൾ ആൾ ഓർഡറൊക്കെ തന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതേപോലെ സ്പൈഡർമാൻ തീം വെക്കുമ്പോൾ എക്സ്ട്രാ ചാർജ് ആവുമോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ കേക്ക് എടുത്തിട്ട് ഇതേപോലെ ഒറിയോയുടെ ഡിസൈനും ചെറിയ സൈഡിൽ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കേക്കിൽ എന്താണ് പേരെഴുതേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ഈ ഒരു മെസ്സേജ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ ഇതിൽ എന്തെങ്കിലും ചെറിയൊരു തീം വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കി. കാര്യം ഒരു കൊച്ചു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധാരണ നോർമൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എങ്കിൽ പിന്നെ നമുക്ക് വെബും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ വെബൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം കേക്കിൽ പേരെല്ലാം എഴുതി. അതിനുശേഷം കുറച്ച് സ്പൈഡർമാൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ചെറിയൊരു സ്പൈഡർമാൻ മോഡൽ കേക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനങ്ങനെ എക്സ്ട്രാ എമൗണ്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം 1-2 പിക്ക് വെച്ച് കൊടുക്കുന്നതിന് അങ്ങനെ എക്സ്ട്രാ എമൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് സ്പൈഡർമാൻ തീമോ അല്ലെങ്കിൽ കാർ തീം അല്ലെങ്കിൽ മാഷ തീം, ഡോറ തീം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫുള്ള് നമ്മൾ അതേപോലെ തന്നെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പൈപ്പിംഗ് ബാഗ് തന്നെ കുറേ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രം അത് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ള കാര്യം പറയാറ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ചെറിയ വർക്കിനൊന്നും അങ്ങനെ വാങ്ങാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.